ഹലോ, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കറി ലീവ്സിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഡിന്നറായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയേണ്ട, റെസിപ്പിയിലോട്ട് പോകാം. അപ്പൊ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഒരു ബൗളിലേക്ക് അതൊന്ന് അരിഞ്ഞു മാറ്റാം. അത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാം, കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് മോൾക്ക് കഴിക്കാനായതുകൊണ്ട് അവൾക്ക് എരിവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. അപ്പോൾ സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും കുരുമുളക് പൊടിയും പച്ചമുളകും എല്ലാം എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ഓംലെറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. നമ്മൾ ഓംലെറ്റ് ഒക്കെ പൊരിക്കാൻ എടുക്കുന്ന പാൻ എടുത്താൽ മതി. അതിലേക്ക് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ മുട്ട പൊരിക്കാൻ പോവാണ്. അപ്പോൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ഓംലെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. എന്നിട്ടിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ബ്രെഡിനകത്ത് വെക്കാനായതുകൊണ്ട്, ഫില്ലിംഗ് ആയിട്ട് വെക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്തായാലും അതിനെ പീസാക്കി തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ മുട്ടയൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 സ്ലൈസ് ബ്രെഡാണ് വെക്കേണ്ടത്. ഒരു സ്ലൈസിൽ ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടുണ്ട്, ഓംലെറ്റ് ആക്കിയത്. മറ്റേ സ്ലൈസിൽ ഒരു ചീസിന്റെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതിന്റെ മിഡിലായിട്ട്, രണ്ടിന്റെ മിഡിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് കിട്ടും. അപ്പോൾ ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് അതിൽ നന്നായിട്ട് മിക്സായി ചേർന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഒരു ഡിന്നറാണ്, ഒരു സ്നാക്സ് ആണ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പം ചെയ്യാത്തവരും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ക്യാബേജ്, ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ചീസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയും ആയിരിക്കും, ഹെൽത്തിയും ആയിരിക്കും. അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പൊ കണ്ടോ, ഇത് കട്ട് ചെയ്ത് വെച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.